വചന ധ്യാനത്തിനായിട്ട് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്കെടുക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനു വേണ്ടി ഞാൻ ഓടുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഒന്ന്, പിൻപിലുള്ളത് മറന്ന്. രണ്ട്, മുൻപിലുള്ളതിനു വേണ്ടി ഓടുക. ആ മുൻപിലുള്ളത് പിടിക്കാനായിട്ട് ഓടുക. പഴയതിലേക്ക് തിരിഞ്ഞു നോക്കി അത് എണ്ണി എണ്ണി പറഞ്ഞ് ഓർത്ത് അതിൽ ലയിച്ചിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. ഈ പിൻപിലുള്ളത് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെടുന്ന ആ സമയം വരെയുള്ള ആ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഇന്ന് മുതൽ ഇന്ന് വരെയുള്ള സമയം. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമുക്ക് പലതും ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഈ ഒരു വേദഭാഗം വായിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഈ വേദഭാഗത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ രക്ഷിക്കപ്പെടുന്നത് വരെയും എല്ലാം നല്ലതായിരുന്നു. ജോലി ചെയ്താലും ഇല്ലെങ്കിലും മേശപ്പുറത്ത് ഭക്ഷണം ഉണ്ടായിരുന്നു. കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചികിത്സ ഉണ്ടായിരുന്നു. വസ്ത്രത്തിന് വസ്ത്രം, ഏറ്റവും നല്ല താമസ സ്ഥലം. അങ്ങനെ പിൻപിലുള്ളത് എല്ലാം വളരെ നല്ലതായിരുന്നു. ഇന്ന് എനിക്ക് അതേക്കുറിച്ച് ചിന്തിച്ചു വേണമെങ്കിൽ ജീവിക്കാൻ കഴിയും. അയ്യോ, ഞാൻ അങ്ങനെയായിരുന്നു, എനിക്ക് തെറ്റുപറ്റിയോ, ശരിയായിരുന്നു ഞാൻ അന്നത്തെ തീരുമാനമെടുത്തത്. രണ്ടാമതായിട്ട്, രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആവേശമുണ്ട്. എനിക്കുണ്ടായിരുന്നു, തീക്ഷ്ണതയുണ്ട്. അത് കഴിഞ്ഞെടുത്ത പല തീരുമാനങ്ങളും ചിലപ്പോൾ പരാജയപ്പെട്ടു പോയിരിക്കാം. അല്ല, അത് നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കണമെന്ന് ഇല്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇവിടെ തിരുവല്ലയിൽ കടന്നു വരാൻ വേണ്ടി ഒരു നിയോഗം ഉണ്ടായി. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഒരു വീടുമൊക്കെ കണ്ടുവച്ച് താമസിക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് തന്നെയാണ് വന്ന് എല്ലാം കണ്ടു തിരിച്ചുപോയി. ഞാനായിരുന്ന സഭയിൽ ആരാധിച്ചു കൊണ്ടിരുന്ന സഭയിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പ്രാർത്ഥിച്ച് എന്നെ ഒരു ജീപ്പിൽ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്ന ദിവസം ഹർത്താലായിരുന്നു. ഇവിടെ തിരുവല്ല പ്രദേശത്ത് ഹർത്താലായിരുന്നു. താമസിക്കാൻ ചെന്ന വീട്, ആ വീട്ടിലോട്ട് ഞാൻ ആരുടെ കൂടെ വർക്ക് ചെയ്യാൻ വന്നു ആ വ്യക്തിയും കുടുംബവും അങ്ങോട്ട് താമസമായി. നിങ്ങൾ ആ അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. താമസിക്കാൻ സ്ഥലമില്ല. അപ്പൊ അത് രക്ഷിക്കപ്പെട്ട കഴിഞ്ഞ് ഉള്ള ഒരു സമയമാണ്. അപ്പൊ എനിക്ക് കർത്താവേ, ഞാൻ എൻ്റെ അടുത്ത തീരുമാനം ശരിയാണോ? അപ്പൊ 2 കാര്യങ്ങളാണ്. എന്നാൽ പുനലൂർക്ക് തന്നെ തിരിച്ചു പോവാം, അവിടെ എനിക്ക് കുറച്ച് ആളുകളെങ്കിലും അറിയാം. അപ്പൊ ഇത് നമ്മളുടെ ജീവിതത്തെ എപ്പോഴും പുറകോട്ട് വലിക്കുന്ന ആ പഴയതിനെ വിട്ടിട്ട്, ഇതിന്റെ ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ പുറകോട്ട് വായിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഞായറാഴ്ചകൾക്ക് മുൻപ് തോമസ് ബ്രദർ ഇതേക്കുറിച്ച് ഇവിടെ ധ്യാനിക്കുകയുണ്ടായി. അപ്പൊ പൗലോസ് പലതും പിൻപിലുള്ളതെല്ലാം വിട്ട് പൗലോസ് പറയുന്നു, ഞാൻ എനിക്കുണ്ടായിരുന്നതിനെ എല്ലാം ചപ്പ് ചവറ് എന്ന് എണ്ണി
അത് ഒന്നും എനിക്ക് എന്തൊക്കെയാണ് പൗലോസിനുണ്ടായിരുന്നത്? ചപ്പ് ചവറെന്ന് പറയുമ്പോൾ നമ്മള് എന്തൊക്കെയാണ് പൗലോസിനുണ്ടായിരുന്നെന്ന് ചിന്തിക്കുക. പൗലോസ് ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായിരുന്നു. ഗമലിയേലിന്റെ ശിഷ്യൻ, റോമ പൗരത്വമുള്ള ആളായി. എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല, അത് പൗലോസിന് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പറയാം അമേരിക്കൻ ഗ്രീൻ കാർഡ് ഹോൾഡറോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്കിന്ന് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ അതൊക്കെ എന്ത് ചെയ്യുക, ചപ്പും ചവറുമെന്ന് എണ്ണി അതിനെയെല്ലാം ഞാൻ മറന്ന്, എന്തിനു വേണ്ടിയാ മറക്കുന്നത്? മുൻപില് ക്രിസ്തേശുവിൽ വെച്ചിരിക്കുന്ന പരമ വിളിക്കായിട്ട് ഞാൻ ഓടുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ പൗലോസിന് ലഭിച്ച ആ വിളിയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. ഈ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും വീണ്ടും വീണ്ടും നമ്മൾ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുകയും പഴയതിനെ കുറിച്ച് പറയുകയും ചെയ്യും. ചിലര് പറയുക മാത്രമല്ല, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ എൻ്റെ പഴയ സ്വഭാവം ഒന്ന് എടുത്താലുണ്ടല്ലോ, ഈ പഴയ സ്വഭാവം എടുത്താൽ എന്ന് പറയുമ്പോൾ അപ്പൊ പിമ്പിലുള്ളതൊന്നും മറന്നു കളഞ്ഞിട്ടില്ല, പിമ്പിലുള്ളത് വിട്ടു കളഞ്ഞിട്ടില്ല എന്നാണ്. ഈ പഴയ സ്വഭാവം എടുക്കാൻ പോലും, അപ്പൊ പഴയ സ്വഭാവം എടുക്കണമെങ്കിൽ അതിന്റെ കയ്യിൽ കാണുന്നുള്ളൂ. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയത് എടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. പഴയത് ചില പ്രസംഗകരുണ്ട്, അല്ല ചിലർ സാക്ഷ്യം പറയുമ്പോൾ പഴയ വീരകഥകള് 20 വർഷം കഴിഞ്ഞാലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വീരകഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരിത് കടന്നുപോയ പാപത്തിന്റെ അവസ്ഥകള്, അവര് ചെയ്ത കുറ്റകൃത്യങ്ങൾ, അല്ലെ വളരെ മോശമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞ് ചില സമയത്ത് നമ്മൾ കേട്ടിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ഇങ്ങനെ ഒരവസ്ഥയിൽ വരാൻ, അതല്ല, അക്കാര്യങ്ങളും അല്ല. ഇനി ഇക്കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ ഇസ്രായേൽ മക്കളെ പോലെ ആയിത്തീരും. ഇസ്രായേൽ മക്കള് മിസ്രൈമില് അടിമകളായിരുന്നു. അത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. നമ്മൾ ആരും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലം, അല്ലേ? ആരും ആഗ്രഹിക്കും എൻ്റെ കുടുംബം ഇന്നടത്ത് ഇന്ന അവസ്ഥയിലായിരുന്നൊക്കെ. നമ്മളിപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നല്ല, ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയാനായി. എനിക്കറിയത്തില്ല നിങ്ങളൊക്കെയാണെന്ന്. അങ്ങനെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുക. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും, അല്ലേ? എനിക്കറിയാം ഈ കുടുംബ യോഗങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. കുടുംബയോഗങ്ങളൊക്കെ വലിയ കാര്യഗൗരവമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. കുടുംബ ചരിത്രമൊക്കെ എഴുതുക. ഈ പാലായിലുള്ള ഒരു കുടുംബം ഇനി വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. അവരുടെ വേരുകൾ അന്വേഷിച്ച് കുറച്ച് തലമുറ കഴിഞ്ഞപ്പോൾ അവരുടെ വേര് ചെന്ന് അവസാനം സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു കുടുംബത്തിലാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, അതിന് തൊട്ട് മുൻപിലുള്ള കുടുംബത്തെ കൊണ്ടുപോയി അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ പുറകോട്ട് ഒന്നും അറിയത്തില്ല എന്ന്, ഒരു രേഖയുമില്ല, ആരെക്കുറിച്ചും അറിയത്തുമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പുകഴുവാൻ, പഴയതിനെ നോക്കി പുകഴുവാൻ കഴിയും. ഈ ഇസ്രായേൽ മക്കള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് മരുഭൂമിയിലൂടെ അവർ നടത്തപ്പെട്ടപ്പോൾ അവർക്ക് ദൈവത്തിന്റെ കരുതലുണ്ടായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നിങ്ങളും ഞാനും ചിലപ്പോൾ അനുഭവിച്ചറിയുന്നതിന് അധികമായിട്ട് ഉള്ള ദൈവിക സാന്നിധ്യം അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. പകല് മേഘസ്തംഭമായിട്ട്, രാത്രിയില് അഗ്നി സ്തൂപമായിട്ട് ദൈവം അവരോട് കൂടെ ഉണ്ട്. അവർക്ക് ലിറ്ററൽ അക്ഷരാർത്ഥത്തില് ദൈവത്തെ കാണും. നമുക്ക് ഇന്ന് അങ്ങനെ ഒരു അടയാളം നമ്മുടെ മധ്യത്തിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. പക്ഷെ നമ്മളെക്കാൾ അധികമായിട്ട് ഉണ്ടായിരുന്നിട്ടും അവര് പഴയതിലേക്ക്
അതിലേക്ക് തിരിഞ്ഞു നോക്കി പഴയത് വിടാഞ്ഞത് കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ മിസ്രൈമിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തക്കാളി ഉണ്ടായിരുന്നു, സവോള ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു, മത്സ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ അവർ പരാതിപ്പെട്ടുകൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കി പിറുപിറുക്കാൻ, അല്ലെ അതിനു മുൻപുണ്ടായിരുന്ന കാര്യങ്ങളെ നോക്കി പിറുപിറുത്തുകൊണ്ടിരുന്നാൽ, അതിലേക്ക് നോക്കി ജീവിച്ചാല് നമ്മുടെ ജീവിതം ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ സന്തോഷത്തിലേക്ക് വരികയില്ല. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഇല്ലേ? റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. അല്ലേ? ഞാൻ നിങ്ങളോട് സന്തോഷിക്കാൻ പറയുന്നു, വീണ്ടും പറയുകയാണ് നിങ്ങളോട് സന്തോഷിക്കുവാൻ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട്, നമ്മൾ എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്? ഒരു ആത്മീയ സന്തോഷം. ഞാൻ മലയാളത്തില് ഒറ്റ പദവേ ഉള്ളൂ, സന്തോഷം. ഇംഗ്ലീഷിലാണ് ജോയ് അല്ല റിജോയ്സ് ആൻഡ് ഹാപ്പിനെസ് ഉണ്ട്. ഇത് രണ്ടും രണ്ടാ. ഇന്ന് ഇപ്പൊ ഈ പ്രസംഗം കഴിയുമ്പോൾ സാം ബ്രദർ എന്നോട് വന്ന് പറയാ, ബ്രദറെ നല്ലൊരു പ്രസംഗമായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതെന്നെ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു 10,000 രൂപ ആരെങ്കിലും തരികയാണെങ്കിൽ, എനിക്ക് 10,000 രൂപ കിട്ടിയല്ലോ, വലിയ സന്തോഷം, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് കിട്ടാത്തപ്പോഴോ? അത് കിട്ടാത്തപ്പോഴും രോഗം ആകാതിരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തില് ഒരു സന്തോഷമുണ്ടെങ്കിൽ, ജോയ് ഉണ്ടെങ്കിൽ, അത് സാഹചര്യങ്ങളെയും പശ്ചാത്തലത്തെയും അടിസ്ഥാനപ്പെടുത്തിയല്ല, എൻ്റെ സാഹചര്യത്തിന് അനുസരിച്ചുള്ള ഒരു സന്തോഷത്തെ കുറിച്ചല്ല പറയുന്നത്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ആ പരമോന്നത വിളിയെ, ദൈവം എന്നെ വിളിച്ച ആ പരമോന്നതമായ വിളിയെ അല്ലെ അതിലേക്ക് നോക്കി അതിനെ ലക്ഷ്യം വെച്ച് ഞാൻ ഓടുമ്പോൾ, ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാൻ എന്തു നേടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, എന്റെ പ്രവൃത്തിയോ എന്റെ നേട്ടമോ പരാജയമോ ഒന്നുമല്ല, എന്റെ ലക്ഷ്യമാണ് ഇവിടെ ആ സന്തോഷത്തിന്റെ ഉറവിടം. ഞാൻ ക്രിസ്തുവിനെ നോക്കി ആ ലക്ഷ്യത്തിലേക്ക്, അതാണ് എന്റെ ലക്ഷ്യം. ഏതെല്ലാം സാഹചര്യങ്ങളും മാറി വരും. കൂട്ടത്തിലുള്ളവര്, എന്റെ കൂടെ ഉള്ളവര് ചിലപ്പോ എന്നെ തള്ളി പറഞ്ഞിരിക്കും, ഉറ്റവര് ചിലപ്പോ രോഗം വന്ന് മരിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ മറ്റു പല തടസ്സങ്ങള്, പീഡനങ്ങള് ഇപ്പോൾ നാം കേട്ടതുപോലെ ഒക്കെ വന്നിരിക്കും. പക്ഷേ എന്റെ ലക്ഷ്യം, ദൈവം എന്നെ വിളിച്ച ആ വിളിയിലാണെങ്കിൽ ആർക്കും എന്റെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല. മറിച്ച് പഴയതിലേക്ക് നോക്കിയാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നതെങ്കിൽ അത് എപ്പോഴും ദുഃഖവും നിരാശയും ഒക്കെ കൊണ്ടുവരും. അയ്യോ, ഞാൻ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇത്രയും കാലം ഈ രക്ഷിക്കപ്പെട്ട ജീവിതം നയിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, പരാജയപ്പെട്ടു പോയല്ലോ എന്ന് നിരാശപ്പെടാമെന്നല്ലാതെ, ദുഃഖിക്കാമെന്നല്ലാതെ ക്രിസ്തുവിലുള്ള ആ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആണ് കർത്താവ് നമ്മളോട് പറയുന്നത് പിന്നിലുള്ളതെല്ലാം വിട്ടുകളയാൻ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തില് ദൈവം ഇസ്രായേൽ മക്കളോട് മോശയിലൂടെ പറയുന്നുണ്ട്, നിങ്ങള് ഭയപ്പെടേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങള് ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവരോട് വാസ്തവമായിട്ട് പറഞ്ഞു, നിങ്ങളതെല്ലാം അങ്ങ് മറന്നേക്ക്. മിസ്രൈമിലുണ്ടായിരുന്ന സകലതും അങ്ങ് മറന്നിട്ട് ദൈവം എന്ത് ചെയ്യാൻ പോകും? ചെങ്കടല് അവരെ കടത്തി അപ്പുറം. എന്നിട്ടും അവര് മറന്നോ? അവർ ശാരീരികമായിട്ട് അപ്പുറം കടന്നെങ്കിലും അവരുടെ മനസ്സ് എപ്പോഴും മിസ്രൈമിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ തക്കാളിയെ കുറിച്ചും ഇറച്ചിയെ കുറിച്ചും ഒക്കെ ഓർത്ത്
വിലപിച്ചുകൊണ്ടിരുന്നത്. നമ്മളും വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ഇന്നും അതോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സ് വിട്ടിട്ടില്ല. നമ്മൾ ഇപ്പോഴും ആ മിസ്രൈമിൽ തന്നെ, ശരീരം എവിടെയായിരിക്കും? ചർച്ചിലായിരിക്കും, അല്ലെ ശരീരം നമ്മളെ കൂട്ടായ്മയിലായിരിക്കും, പക്ഷെ മനസ്സ് എവിടെയാണ്? ആ മനസ്സ് എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ സന്തോഷത്തിന്റെ ഒരു. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ആ ക്രിസ്തുവിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. ഞാൻ ഇവിടെ തിരുവല്ലയിൽ വന്നിങ്ങനെ ആരംഭ കാലഘട്ടത്തിൽ കറങ്ങി നടക്കുമ്പോൾ എന്നോട് ഒരാൾ എൻ്റെ സാക്ഷ്യം എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്ന കാര്യത്തിൽ ഞാൻ വലിയ പ്രാഗൽഭ്യമുള്ള ആളൊന്നുമില്ല, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ എഴുതി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അപ്പൊ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ വരുന്നു. ഉപവാസ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. തിരിച്ച് കുറെ ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ തന്റെ സ്കൂട്ടറിൽ ഞങ്ങളുടെ പുറകെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അവിടെ വെച്ച് നിങ്ങളോട് സംസാരിക്കാൻ മറന്നുപോയി, എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എപ്പോഴേലും സമയം കിട്ടുമ്പോൾ എൻ്റെ വീട്ടിൽ വരെ മറന്നു. ഞാൻ പറഞ്ഞു വരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ചത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ രണ്ട് വ്യക്തികളുമായിട്ട് പരിചയപ്പെടാം, പ്രാർത്ഥിക്കുന്ന പോലെ ജീവിക്കുന്ന രണ്ട് വ്യക്തികളുമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം, അത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയോജനമായിരിക്കും എന്ന്. പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിക്കുക, അത് വലിയൊരു കാര്യമാണ് അല്ലേ? അപ്പൊ പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിക്കുക. വാസ്തവമായിട്ടും ആരെങ്കിലും നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേറൊരു ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു ആളെ കാണിച്ചു തരാം, രാഹുലിനെ കാണിക്കുകയാണെങ്കിൽ, അല്ലെ ജോണിനെ കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാമേന്ദ്രൻ ബ്രദറിനെ കാണിക്കുകയാണെങ്കിൽ അത് വലിയൊരു സാക്ഷ്യമാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ പരമവിളിയെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാതെ മുൻപിലേക്ക് നോക്കണമെങ്കിൽ ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത്? ദൈവം എന്നെ വിളിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ലക്ഷ്യം ദൈവപുത്രന്മാരായിട്ട് അല്ലെ ദൈവപുത്രിമാരായിട്ട് നമ്മൾ വെളിപ്പെടണം അല്ലെ? ദൈവത്തിന്റെ മക്കളായിട്ട്, ദൈവത്തിന്റെ പുത്രനായിട്ട്, ദൈവത്തിന്റെ മകനായിട്ട്, ദൈവത്തിന്റെ മകളായിട്ട് നമ്മൾ വെളിപ്പെടണം. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തില് 2-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, പ്രകൃതിയാൽ നമ്മള് പാപത്തെ തെരഞ്ഞെടുത്ത് മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ ഈ കോപത്തിന്റെ മക്കളായ നമ്മളെ ദൈവം വിളിച്ചത് അവന്റെ മക്കളായി തീരുവാനാണ്. അതും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ഞാൻ നല്ലവനായിരുന്നത് കൊണ്ടല്ല. നമുക്ക് വേണേ പറയാം, എനിക്ക് എന്നാ കുഴപ്പമിരിക്കുന്നത്, ഞാനൊരു നിയമം ലംഘിക്കാറില്ല. ഇപ്പൊ സാമ്പ്രദനോട് ചോദിക്കുകയാണെങ്കിൽ, എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല സാമ്പ്രദൻ എന്ത് പറയുന്നത്. എന്നാൽ എന്നെ കുറിച്ച് തന്നെ ഞാൻ പറയണേ, ഞാനിവിടെ ഞായറാഴ്ച ആരാധനയൊന്നും മുടക്കുന്നില്ല, ഞാൻ കൂട്ടായ്മയൊന്നും മുടക്കുന്നില്ല, ഞാൻ സാമ്പ്രദനോടോ അല്ലെ ഇവിടെയുള്ള മറ്റേ എൽഡേഴ്സിനോടൊന്നും മത്സരിക്കുന്നില്ല, എനിക്കെന്നാ കുഴപ്പമിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ആർക്കും കാണാത്ത എൻ്റെ ഒരു മനസ്സുണ്ട് ഇല്ലേ? എന്റേതായ ഒരു ജീവിതം, അത് കാണുന്ന വേറെ ആൾക്കാരുണ്ട്. അത് നമ്മുടെ അയൽവാസികളായിരിക്കാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. അവര് നമ്മളെ വായിക്കും. ചിലപ്പോൾ ചിലരൊക്കെ വായിക്കുന്ന സുവിശേഷം ഇതായിരിക്കത്തില്ല.
അവര് വായിക്കുന്ന സുവിശേഷം തന്നെയായിരിക്കും. ഇത് നമ്മൾക്ക് എന്തുമാത്രം ആ വിളിയാല് ദൈവത്തിന്റെ ആ പുത്രന്റെ സ്വഭാവം, റോമാലേഖനം അവന്റെ പുത്രന്റെ സ്വരൂപത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് യേശു എങ്ങനെയായിരുന്നോ അവന്റെ ആ ശാരീരിക രൂപമല്ല, യേശുവിന്റെ സ്വഭാവമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വെളിപ്പെട്ട് വരും. ഏറ്റവും വെളിപ്പെട്ട് വരാന് ഒരു നല്ല മേഖല എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലാണ്. എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണെന്ന് ഇല്ല ആയിരിക്കണമെന്നില്ല, എന്നാലും ഡ്രൈവിങ്ങിൽ എപ്പോഴും നല്ല സ്വഭാവങ്ങളെല്ലാം വെളിപ്പെട്ട് വരും, ഇല്ലേ? അതായത് നമ്മുടെ സംസാരം, നമ്മുടെ ആരെങ്കിലും ഒരുത്തൻ നമ്മുടെ വണ്ടി വിളിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലൂടെ കൊണ്ടുവരും അവനെ. ഞാൻ ഇവിടെ തിരുവല്ലയില് സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സഭയിലുള്ള ഒരാള് ആ കാവുംഭാഗത്ത് നിന്ന് തുണി പറിച്ച് തലയെക്കെട്ടി ഒരാളുമായിട്ട് തെറി വിളിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. വണ്ടി തമ്മില് ഒരു സ്വയം ചെയ്ത് തന്നെയാണ്. നമ്മുടെ സ്വഭാവം, പുത്രന്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ വെച്ചിട്ട് ഇനിയിപ്പം നമ്മള് അവനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരിട്ട് വിളിച്ചില്ലേ പോലും കത്തിരുന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മള് ജോലി ചെയ്യുന്നിടത്ത്. അപ്പൊ ദൈവം പക്ഷെ നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാണ്? പഴയതിലേക്ക് നോക്കാന്നല്ല, പഴയതെല്ലാം പോയി. പഴയപ്പോ നമ്മൾ വിളിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഞാന് ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു പയ്യൻ മിക്കപ്പോഴും കൂടെ ജോലിക്ക് വരും. കൊല്ലം കടൽ തീരത്തു നിന്നുള്ള ഒരു പയ്യനാണ്. നിങ്ങൾ ഈ കടൽ തീരത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരൊന്നു പറഞ്ഞു, എല്ലാം മിക്കവാറും ഉള്ളവരൊക്കെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് അല്ല, ഹിന്ദുക്കള് ഭൂരിഭാഗവും റോമൻ ലത്തീൻ കത്തോലിക്ക സമിതി, തങ്കശ്ശേരി, കൊല്ലം തങ്കശ്ശേരിയിലൊക്കെ അവരാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ വാ പൊളിച്ചാല് നല്ലതൊന്നും വരത്തില്ല പുറത്ത്. പക്ഷെ എൻ്റെ കൂടെ ജോലിക്ക് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ പറയും, ചേട്ടനെ പ്രതി ഞാൻ വാ പൊളിച്ച് വാ അടക്കിയാന്ന് പറയും. ഞാൻ പറഞ്ഞതായാലും നല്ല കാര്യമാണ്. അപ്പൊ നമ്മളെ പ്രതിയെങ്കിലും ഒരാള് അവര് വായടയ്ക്കാൻ, അവരുടെ സംസാരത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നെങ്കിൽ അവിടെ നമ്മൾ പുത്രന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ ഈ പുത്രന്റെ സ്വഭാവത്തിലേക്ക്, നമ്മുടെ പരമവിളിയുടെ ലക്ഷ്യം ഈ പുത്രന്റെ സ്വഭാവത്തിലേക്ക് ആയിരിക്കുന്നതിനാല് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. ദൈവമക്കളായോ? ദൈവമക്കളായോ? ആയി. സൂസന്നെ ഇവിടെ ഇരിപ്പുണ്ട്. സൂസന്നെ അഡ്മിഷൻ, MBBS അഡ്മിഷനൊക്കെ കിട്ടി, പഠിച്ചോണ്ട് ഡോക്ടറായോ? ഡോക്ടറായോ? അപ്പൊ ഡോക്ടർ ആയില്ല, ഡോക്ടർ ആയാലുള്ള അധികാരം കൊടുത്തു, അഡ്മിഷൻ കിട്ടി, ഇല്ലേ? അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അധികാരം കിട്ടും, ഡോക്ടറാകാം, പഠിച്ച് പാസ്സായാൽ, ഇല്ലേ? ഡോക്ടർ. അപ്പൊ ദൈവമക്കളാകാനുള്ള അധികാരം നമുക്ക് ദൈവമക്കളാകാനുള്ള ആ പദവി, ആ അവകാശം എല്ലാം ഇനി നമ്മള് ദൈവമക്കളായി തീരണം. ഇവിടെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾക്ക് ഒരു രൂപാന്തരം വന്ന് നമ്മളെ കാണുന്ന എല്ലാവരും, റോമാലേഖനം പറയുന്നത് 12-ാം അധ്യായം 1-2 വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ
ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനീയ യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. ആകയാൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പൊ നമ്മളുടെ മനസ്സിന്, മലയാളത്തിലാണ് ആത്മാവ് എന്നൊക്കെ പറയും, പക്ഷെ നമ്മുടെ മനസ്സിന്, നമ്മുടെ മനസ്സ് സോൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ അതിനൊരു പുതുക്കം വേണം, അതിനൊരു രൂപാന്തരം വേണം. ആ രൂപാന്തരമാണ് എന്ത് വെളിപ്പെടുത്തുന്നത്? നമ്മൾ ദൈവപുത്രന്മാരാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്ന് വെളിപ്പെടുത്തുന്നത് നമുക്ക് രൂപാന്തരം വന്നു കഴിയുമ്പോൾ. അത് നമ്മുടെ സംസാരത്തിൽ വരും, നമ്മുടെ സമീപനത്തിൽ വരും, മറ്റുള്ളവരെ ആദരിക്കുന്നതിൽ വരും, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ വരും, നമ്മുടെ എളിമ, നമ്മളെ എളിയവരായിട്ട് എളിയ സ്വഭാവം കാണിക്കുന്നതില്, അങ്ങനെ നമ്മുടെ ജീവിതത്തില് മൊത്തമായിട്ടൊരു രൂപാന്തരം വരുമ്പോഴാണ് നമ്മളിൽ ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ക്രിസ്തുവിന്റെ സ്വഭാവവും ഇടയ്ക്കിടയ്ക്ക് വേറെ സ്വഭാവം വെളിപ്പെടുത്തി ശരിയാകുമോ? ഇല്ല. ഇതൊരു അച്ഛനെ കുറിച്ച് അച്ഛന്റെ ഭാര്യ പറഞ്ഞ പോലെ ഇരിക്കും. അച്ഛന്റെ ഭാര്യ പറഞ്ഞു, അയ്യോ അച്ഛന് അൾത്താര, എനിക്കറിയാം അൾത്താര എന്ന് പറഞ്ഞ ഓൾട്ടർ, അങ്ങോട്ട് ചെന്നിട്ട് കമന്ന് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവദൂതനെ പോലെയാണ്. എന്നെ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിശാചിന്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരു ഇല്ല, അങ്ങനെ ഒരു സ്വഭാവത്തിലേക്കല്ല നമ്മളൊരു വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഈ പഴയതെല്ലാം മറന്ന് ആ പരമ വിളിയെ ലക്ഷ്യമാക്കി, എബ്രായ ലേഖനത്തിൽ പറയുന്ന എന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നത്, ആകയാല് നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരണം വരുത്തുന്നവനായി ക്രിസ്തുവിനെ നോക്കി, ക്രിസ്തു എങ്ങനെ ജീവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷങ്ങൾ കൂടുതലായിട്ട് എല്ലാ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. കാരണം ക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ അവിടെയാണ് സുവിശേഷങ്ങളിൽ വരച്ചു കാണിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നായകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നായകൻ എന്ന് പറഞ്ഞാൽ ലീഡറാണ്. പക്ഷെ ഇംഗ്ലീഷ് വന്ന് ദ സോഴ്സ് ആൻഡ് ദ ഫുൾഫില്ലർ ഓഫ് യുവർ ഫെയ്ത്ത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടം, നമ്മുടെ ഉള്ളില് ആ വിശ്വാസം തന്ന, നമ്മളെ ദൈവമക്കളാക്കിയ ആ ഉറവിടത്തെ നോക്കി അത് പൂർത്തീകരിക്കുന്ന, അതിനൊരു സമാപ്തിയിലേക്ക് കൊണ്ടുവരുന്ന യേശു ക്രിസ്തുവിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യണം. ദൈവത്തിന്റെ വിളിയുടെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ക്രിസ്തുവിനെ, നമുക്ക് അവന്റെ പുത്രനെ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ, അതിനായിട്ട് ആണ് കൂടുതലായിട്ട് നമ്മൾ ദൈവവചനം ഭക്ഷിക്കുകയും ധ്യാനിക്കുകയും അതിലേക്ക് തിരികുകയും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഇത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്നോ ഇത് നേടിയെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ വല്ല വിധേനയും ഇത് പിടിക്കുവാൻ മുമ്പോട്ട് ആഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് അതിനായിട്ട് നമ്മുടെ മനസ്സൊന്ന് പുതുക്കി, നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം വരുത്തി, ആദത്തിന് നഷ്ടപ്പെട്ടു പോയ ഇത് ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് മടക്കി തന്നു. ആദം ദൈവത്തിന്റെ മകനായിരുന്നു. അവിടെ തന്റെ വാഴ്ചയെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. യേശു ക്രിസ്തു അനുസരണത്തിലൂടെ ആ വാഴ്ചയെ തിരികെ നമുക്ക് തന്നു. അത് ദൈവത്തിന്റെ മകനായി തീരുവാൻ, മകളായി തീരുവാൻ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. മകനായിട്ട് നമ്മളെ തിരികെ ദൈവം ഞാൻ അവർക്ക് ദൈവവും അവർ എൻ്റെ മക്കളുമായിരിക്കുന്നു, മകനായിരിക്കുമെന്ന്. അതിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം കൂടുതലല്ല എന്നുള്ളത് ചുരുക്കിയത് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് കേട്ട
കാര്യങ്ങൾ ധ്യാനിക്കുകയും നമ്മൾ വചനം നമ്മൾ കർത്താവ് വിളിച്ചിരിക്കുന്ന വെളി, ആ വെളിയിലേക്ക്, ആ ദിശയിലേക്ക് നോക്കി, അതിൻ്റെ ഉദ്ദേശത്തോടെ നോക്കി ഓടുന്ന ഒരു യാത്ര, ഒരു ഓട്ടമാണല്ലോ നമ്മൾ ഓടുന്നത്. ദൈവം നമ്മൾ പഴയത് കണ്ട് ആ പഴയ പാക്കേജ് ഒന്നും എടുത്തുകൊണ്ട് വരാനല്ല, അതിലേക്ക് നമ്മൾ ഏത് ഉദ്ദേശത്തോടെ കർത്താവ് വിളിച്ചിട്ടുണ്ടോ ആ ഉദ്ദേശം നിറവേറ്റാണ് ആ കർത്താവ് വിളിച്ചിട്ട് നമുക്ക് ഓടുന്നത്. ദൈവം നമ്മളെ സഹായിക്കുമാറുള്ളത്. കർത്താവിനെ മാത്രം നോക്കി ഓടാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. താങ്ക് യു ലോർഡ്. നമ്മളൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾക്ക് ഓർപ്പിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുന്നു കർത്താവെ. അവർ വലിയ വില കൊടുത്താണല്ലോ ഞങ്ങൾക്ക് ഈ വെളിയിലേക്ക് ഞങ്ങൾ നയിച്ചത്. ഞങ്ങൾ ഒരു സമയം വരെ ചിന്തിക്കാമായിരുന്നു. ഞങ്ങൾക്ക് നല്ല സുഖമുണ്ടായിരുന്നു, സൗഖ്യമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഒന്നുമില്ലായിരുന്നു കർത്താവെ, ദൈവമില്ലായിരുന്നു ഞങ്ങൾക്ക്. കർത്താവെ, സർവ്വത്തെ സൃഷ്ടിച്ച കർത്താവിൻ്റെ അനുഗ്രഹമില്ലായിരുന്നു കർത്താവെ. ഈ ഭൂമിയിലെല്ലാം ഒരു വളരെ താൽക്കാലികമായിട്ട് അതിപ്പോൾ മാഞ്ഞു പോകും. പക്ഷെ കർത്താവ്, കർത്താവിനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണല്ലോ. ആ വ്യത്യാസമുണ്ട്. ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ടിൽ കൂടെ പോയാലും കർത്താവെ അങ്ങയുടെ കൈ പിടിച്ചാണല്ലോ ഞങ്ങളെ നടത്തുന്നത്. കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, യു ആർ അറ്റ് മൈ റൈറ്റ് ഹാൻഡ്, ഞങ്ങളുടെ വലത് കയ്യിൽ അങ്ങ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. അതാ കർത്താവെ, ആ ജീവിതം ഞങ്ങൾക്കില്ലായിരുന്നു. ബട്ട് അങ്ങേ അറിഞ്ഞപ്പോൾ ഞങ്ങളെ കൈപിടിച്ച ഒരു കർത്താവ്, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണല്ലോ ഞങ്ങൾ നടക്കുന്നത്. ദൈവം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെയും കർത്താവെ ഞങ്ങളെ വ്യാകുലപ്പെടുത്താനോ അലട്ടാനോ സാധിക്കത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഞങ്ങളെപ്പോഴും ജീവിക്കാനും ഞങ്ങളെ ഇടയാക്കുന്നതിന് വേണ്ടി സ്തോത്രം. അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് സംശയിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, ആ സംശയങ്ങളെല്ലാം അങ്ങേ ദുഃഖിപ്പിക്കുന്ന ഒരു ചിന്തയാണല്ലോ അത്. കർത്താവ്, ഇത്ര ശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഞങ്ങളെ സ്വന്തമായിട്ട് ഏറ്റെടുത്തപ്പോൾ ജീവനെ കൊടുത്ത് ഞങ്ങളെ നേടിയെടുത്ത കർത്താവ് ബാക്കിയൊക്കെയും ചെയ്യത്തില്ലയോ ആണല്ലോ അങ്ങ് പറഞ്ഞത്. എല്ലാം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള പിതാവിന്റെ കയ്യിലാണ് ഞങ്ങളെ സുരക്ഷിതമായിട്ട്. ദാവീദ് പറഞ്ഞു, ഐ ഡ്വെൽ ഇൻ മൈ ഫ്ലഷ് സെക്യൂർലി, ഞാൻ എൻ്റെ ജഡത്തിൽ ഞാൻ വിശ്രമിക്കും എന്ന് പറഞ്ഞ് ആ വിശ്രമത്തിന്റെ അനുഭവത്തിലേക്കാണ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയദാസൻ ഷെയർ ചെയ്തതുപോലെ തന്നെ കർത്താവെ, അങ്ങേ അറിഞ്ഞപ്പോൾ പല പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു പ്രതിസന്ധിയും ഞങ്ങളെ കവിഞ്ഞു പോകത്തില്ല. അങ്ങ് അതിന്റെ മധ്യത്തിലുള്ളതിന് വേണ്ടി, അങ്ങ് ഞങ്ങളെ സഹായിക്കാനുള്ളതുകൊണ്ട് വേണ്ടി ആ പ്രത്യാശയ്ക്ക് ഞങ്ങൾ ഓർപ്പിച്ചതിന് വേണ്ടി സ്തോത്രം. ആ സത്യത്തെ ഓർപ്പിച്ചതിന് വേണ്ടി സ്തുതിക്കുന്നു. അങ്ങേ മാത്രം നോക്കി അങ്ങ് ഏത് ഉദ്ദേശത്തോടെ ഞങ്ങൾ വിളിച്ചോ ആ ഉദ്ദേശം നിറവേറ്റണമേ എന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറ്റണമേ. അതിനുള്ള കൃപ തരാനും ശക്തി തരാനും അങ്ങ് ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി സ്തോത്രം. ഞങ്ങൾ തുടർന്ന് കൈപ്പിടിച്ച് ഞങ്ങൾ വിശ്വസ്തരായിട്ട് അങ്ങേ മാത്രം നോക്കി ഓടാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. മറുപടി തന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. തന്നതിന് വേണ്ടി സ്തോത്രം. ഞാൻ തന്ന ദാസനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. കർത്താവേ, യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു. നല്ല കർത്താവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സഹവാസവും കേട്ട വചനങ്ങളിലെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.